ഹരേ കൃഷ്ണ. ശ്രീമതി രാധാറാണിയുടെ മനോഭാവം എന്ന വിഷയത്തെക്കുറിച്ച് പരമപൂജ്യ ശ്രീ രാധാനാഥ് സ്വാമി മഹാരാജ് സംസാരിക്കുന്നു. ശ്രീ രാധാറാണി കൃഷ്ണന്റെ ഹ്ലാദിനി ശക്തിയാണ്. അവരുടെ അസ്തിത്വം കൃഷ്ണന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ്. ഘോരമായ ദുരിതത്തിൽ കൃഷ്ണൻ എന്നെ ദർശിക്കുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷം ലഭിക്കുന്നുണ്ട് എങ്കിൽ ആ ദുരിതമാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് അവർ പ്രാർത്ഥിക്കുന്നു. ഇതാണ് ശ്രീമദ് ഭാഗവതം. സവൈ പുംസാം പരോ ധർമ്മോ യതോ ഭക്തിരധോക്ഷജേ അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനോടുള്ള പ്രേമപൂർണമായ ഭക്തിയുത സേവനം നൽകുന്നത് ഏതാണോ അതാണ് മുഴുവൻ മാനവരാശിയുടെയും പരമമായ വ്യവഹാരം എന്നത്. അത്തരം സേവനം അഹൈതുകവും പ്രേരിതമല്ലാത്തതും തടസ്സമില്ലാത്തതും സ്വാർത്ഥ താല്പര്യമില്ലാത്തതുമായിരിക്കണം. അതാണ് ശുദ്ധമായ ഭക്തിയുത സേവനം. ഈ ദർശനം മനസ്സിലാക്കിയ ഒരാൾക്ക് അറിയാം, അതായത് മറ്റുള്ളവർക്ക് കൃഷ്ണന്റെ കരുണ ലഭിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് അത് സന്തോഷം നൽകുന്നു എന്നതാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ കൃഷ്ണനെ സേവിക്കാനും കൃഷ്ണനെ പ്രസാദിപ്പിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവർ കൃഷ്ണാവബോധത്തിൽ മുന്നേറുന്നത് കാണുമ്പോൾ സന്തോഷിക്കുക. മറ്റാളുകൾ കൃഷ്ണാവബോധത്തിൽ സന്തുഷ്ടരായിരിക്കുന്നതിൽ സന്തോഷിക്കുക. മറ്റാളുകൾക്ക് കൃഷ്ണന്റെ കാരുണ്യം ലഭിക്കുന്നതിൽ സന്തോഷിക്കുക. കൃഷ്ണൻ നിങ്ങളിൽ ആ ഗുണം കാണുമ്പോൾ അദ്ദേഹം നിങ്ങളിൽ സംപ്രീതനാകുന്നു. തന്നെ സ്നേഹിക്കാൻ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നമ്മൾ ത്യാഗങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് കാണുമ്പോൾ കൃഷ്ണൻ സംപ്രീതനാകുന്നു. നമ്മളുടെ മഹാന്മാരായ ആചാര്യന്മാരെല്ലാം പ്രതിനിധാനം ചെയ്ത തത്വമാണ് ഇത്. അതാണ് ശ്രീകൃഷ്ണനെ പ്രീതിപ്പെടുത്തുന്നതിനായി ശ്രീല പ്രഭുപാദർ ലോകത്തിന് വെളിപ്പെടുത്തിയ മഹത്തായ സ്മരണാർത്ഥകമായ ഉദാഹരണം. കൃഷ്ണനെ സ്നേഹിക്കുന്നതിന്റെ സന്തോഷം കണ്ടെത്താൻ മറ്റുള്ളവരെ നിസ്വാർത്ഥമായി സഹായിക്കാൻ നാം തയ്യാറാകണം. കാരണം അതാണ് ശ്രീമതി രാധാറാണിയുടെ മനോഭാവം. മറ്റുള്ളവരെ കൃഷ്ണനിലേക്ക് കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം അവർ കണ്ടെത്തുന്നു. ശ്രീല പ്രഭുപാദരെ വളരെയധികം നന്ദിയോടെ ബഹുമാനിക്കണം. കാരണം അദ്ദേഹം നമ്മൾക്ക് കേവലം ചില സിദ്ധാന്തങ്ങൾ മാത്രമല്ല നൽകിയത്, പക്ഷെ അദ്ദേഹം തന്റെ പ്രായോഗിക ഉദാഹരണങ്ങളിലൂടെ ശ്രീമതി രാധാറാണിയുടെ പ്രേമത്തിന്റെ സ്വഭാവം പ്രദർശിപ്പിക്കുന്ന ഗുണങ്ങളെ കാണിച്ചു തന്നു. ആ സ്നേഹത്തിന്റെ മൂർത്തിമത് ഭാവമായിരുന്നു അദ്ദേഹം. ശ്രീമതി രാധാറാണിയുടെ ദാസന്റെയും ദാസനാകാൻ പറ്റുക എന്നതാണ് ഗൗഡീയ വൈഷ്ണവ സിദ്ധാന്തം. ദൈവം അസൂയയുള്ള ഒരു ദൈവമാണെന്ന് ക്രിസ്ത്യാനികൾ വിശദീകരിക്കുന്നു. അദ്ദേഹം നമ്മളുടെ പരിപൂർണ സമർപ്പണം ആഗ്രഹിക്കുന്നു, നമ്മളുടെ പരിപൂർണ വാത്സല്യം, നമ്മളുടെ മുഴുവൻ സ്നേഹം. ശ്രീമതി രാധാറാണിയുടെ ഈ പ്രാർത്ഥനയിൽ നിന്നും കൃഷ്ണന്റെ ഏറ്റവും പ്രിയങ്കരിയാണ് അവർ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. കാരണം അവർ കൃഷ്ണന്റെ സംതൃപ്തിക്കായി മാത്രം നിലകൊള്ളുന്നു. അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കൃഷ്ണന്റെ സംതൃപ്തിക്കായി മാത്രമാണ്. ഇതാണ് ഭക്തി. വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ശ്രീ രാധികയ്ക്ക് പ്രേമപൂർണമായ സേവനം അർപ്പിക്കുന്ന ഗോപികകളുടെ കാൽച്ചുവടുകൾ നാം പിന്തുടരണം. നമ്മളത് എങ്ങനെ ചെയ്യും? അനുകമ്പയുടെ സാഗരമാണ് ശ്രീമതി രാധാറാണി. അവർ ഭഗവാന്റെ പരമമായ അനുകമ്പ ശക്തിയാണ്. കൃഷ്ണന്റെ ഹൃദയം അറിയുന്നതിലൂടെ അവർ അവരുടെ സ്നേഹത്തെ സ്വീകരിക്കാൻ താല്പര്യമുള്ള അത്രയും ആളുകൾക്ക് അത് നൽകാൻ ആഗ്രഹിക്കുന്നു. അതാണ് അവരുടെ സ്വഭാവം. ഈ ലോകത്ത് ശ്രീ രാധാറാണിയുടെ സ്നേഹം അവരുടെ ഭക്തന്മാരിലൂടെ പ്രകടമാകുന്നു. അതിനാൽ കൃഷ്ണൻ പറയുന്നു, ഏവം പരമ്പര പ്രാപ്തം. ഈ ലോകത്തിലെ രാധാറാണിയുടെ അനുകമ്പയുടെ പ്രവാഹമാണ് പരമ്പര. രാധാറാണിയുടെ പരമ്പരയിലെ ആത്മീയ ഗുരുവിന്റെ ദാസന്റെ ദാസൻ എന്ന തത്വം പ്രഭുപാദർ വിശദീകരിച്ചു. ഗോപികകളുടെ പാത പിന്തുടരാനുള്ള പ്രായോഗികമായ ഒരു തിരിച്ചറിവാണ് ഇത്. വൃന്ദാവനത്തിലെ വിവിധ ലീലകളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാൻ കഴിയും. എന്നാൽ നിസ്വാർത്ഥമായ ഈ പ്രേമപൂർണമായ സേവനത്തിന്റെ പാത പിന്തുടർന്നിട്ടുണ്ടോ? അതാണ് ശ്രീല പ്രഭുപാദരും നമ്മളുടെ വലിയ ആചാര്യന്മാരും നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്റെ ആത്മീയ ഗുരു ശ്രീല ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ ആജ്ഞയായ ചൈതന്യ മഹാപ്രഭുവിന്റെ സന്ദേശം ലോകമെമ്പാടും ഇംഗ്ലീഷ് ഭാഷയിൽ നിസ്വാർത്ഥമായി പഠിപ്പിക്കുക എന്നത് ഞാൻ പിന്തുടരുക മാത്രം ചെയ്യുന്നു എന്ന് ശ്രീല പ്രഭുപാദർ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം തന്റെ ഗുരുവിന്റെ സംതൃപ്തിക്കായി തന്റെ ശരീരത്തിന്റെ എല്ലാ അംശത്തെയും ജീവിതത്തെയും ഈ ലോകത്തിൽ നിന്നുള്ള വിടവാങ്ങൽ സമയത്ത് പോലും നൽകി. തന്റെ സന്തോഷത്തോടും തനിക്ക് വന്ന ദുരിതത്തോടും അദ്ദേഹത്തിന് ഉത്കണ്ഠയില്ലായിരുന്നു. അദ്ദേഹം തന്റെ ഗുരുവിന്റെ തൃപ്തിയെക്കുറിച്ച് മാത്രമേ ഉത്കണ്ഠപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ.
യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ പ്രസാദാത് നഗതി കുതോപി. ഗുരുവിന്റെ കൃപയാൽ ഒരാൾക്ക് കൃഷ്ണന്റെ കൃപ ലഭിക്കുന്നു. ഗുരുവിന്റെ കൃപയില്ലാതെ ഒരാൾക്ക് കൃഷ്ണന്റെ കൃപ ലഭിക്കില്ല. എന്തുകൊണ്ട്? കാരണം ശ്രീകൃഷ്ണന്റെ കൃപാശക്തിയായ ശ്രീമതി രാധാറാണിയുടെ ദാസന്റെയും ദാസനാണ് ഗുരു. എന്റെ ഗുരു മഹാരാജാവിന്റെ പ്രതിനിധികളായി ഞാൻ നിങ്ങളെ കാണുന്നുണ്ടെന്ന് ശ്രീല പ്രഭുപാദർ വിശദീകരിച്ചു. ജലദൂതിൽ വെച്ച് ഞാൻ ഒരു പാവയായിരിക്കട്ടെ, താങ്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്നെ കൊണ്ട് നൃത്തം ചെയ്യിക്കൂ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ഗോപികകളുടെ കാൽപാദം യഥാർത്ഥത്തിൽ പിന്തുടരുന്ന ഒരാളുടെ മനോഭാവത്തെ അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നു. ശുദ്ധമായ ഒരു ആത്മാവിന്റെ മനോഭാവത്തെ യഥാർത്ഥത്തിൽ അനുകരിക്കുന്ന ഒരാൾ, യഥാർത്ഥത്തിൽ കാൽച്ചുവടുകൾ പിന്തുടരുകയും ശ്രീമതി രാധാറാണിയുടെ പൂർണ്ണ കാരുണ്യം നേടുകയും ചെയ്യുന്ന ഒരാൾ. അതാണ് ഭക്തി. അതാണ് ഭക്തി. നമ്മൾ തിരുനാമം ജപിക്കുമ്പോൾ നാം ശ്രീ രാധയോടും കൃഷ്ണനോടും പ്രാർത്ഥിക്കുന്നു. അവർ നമ്മളെ അവരുടെ സേവനത്തിൽ ഉൾപ്പെടുത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു നമ്മളെ പഠിപ്പിച്ചു. തൃണാദപി ശുനീചേന തരോരപി സഹിഷ്ണുന അമാനിനാം മാനദേന കീർത്തനീയ സദാ ഹരി. ഇതാണ് ഗോപികകളുടെ കാൽച്ചുവടുകൾ പിന്തുടരുക എന്നത്. പുൽക്കൊടിയെപ്പോലെ താഴ്മയുള്ളവരായിരിക്കുക, വൃക്ഷത്തെപ്പോലെ സഹിഷ്ണുത പുലർത്തുക, മറ്റുള്ളവർക്ക് എല്ലാ ആദരവും അർപ്പിക്കാൻ തയ്യാറാവുക, പ്രതിഫലമായി ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ഈ വിധത്തിൽ രാധാ ഗോപിനാഥിന്റെ ആനന്ദത്തിനായി നമുക്ക് തിരുനാമങ്ങൾ നിരന്തരം ജപിക്കാം. ന ധനം ന ജനം ന സുന്ദരിം കവിതാം വാ ജഗദീശ കാമയേ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാത് ഭക്തിരഹൈതുകീ ത്വയി. ചൈതന്യ മഹാപ്രഭു രാധയും കൃഷ്ണനുമാണ്. അദ്ദേഹമാണ് ഈ ശ്ലോകങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഗോപികകളുടെ പാത പിന്തുടരുക എന്നതിന്റെ അർത്ഥം ഇതാണ് ബ്രജത്തിലേക്കുള്ള പാത. ഭഗവാനെ ഈ മനോഭാവത്തിൽ സമീപിക്കുന്നതിന് വേണ്ടി. എനിക്ക് സമ്പത്ത് വേണ്ട, എനിക്ക് എതിർലിംഗക്കാരുടെ മനോഹരമായ കൂട്ടുകെട്ട് ആവശ്യമില്ല, അനുയായികളെയോ അന്തസ്സിനെയോ പ്രശസ്തിയെയോ എനിക്ക് ആവശ്യമില്ല, കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഏക ആഗ്രഹം ജന്മജന്മാന്തരങ്ങളോളം നിരുപാധികമായി താങ്കളെ സേവിക്കുക എന്നതാണ്. മഹാന്മാരായ ആചാര്യന്മാരുടെ കാരുണ്യത്തിന്റെ ഒരു ഉപകരണം എന്ന മാനസികാവസ്ഥയിൽ പിന്തുടരുന്ന ഈ ഭക്തിയാണ് നമ്മളുടെ തത്വചിന്തയുടെ സത്ത. കാരണം ആ മനോഭാവത്തിൽ നമ്മൾക്ക് നിരന്തരം പ്രേമത്തോടെ തിരുനാമങ്ങൾ ജപിക്കാൻ കഴിയും. കൃഷ്ണനെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്നതിനുള്ള പ്രക്രിയയാണ് ഇത്. ഹരേ കൃഷ്ണ.